2022-23 ഇയർ ഓഫ് എന്റർപ്രൈസസ്, സംരംഭക വർഷം എന്ന ഒരു പുതിയ പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചു. 2021-22 ഒരു സാമ്പത്തിക വർഷം പൂർണ്ണമായി നടത്തിയ മുന്നൊരുക്കങ്ങൾക്ക് ശേഷമാണ് ആ പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കുന്നത്. എല്ലാ ഉദ്യോഗസ്ഥർക്കും ആവശ്യമായ പരിശീലനം IIM കാലിക്കറ്റ് ഉൾപ്പെടെ നൽകി. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഒരാളെ പ്രത്യേകം ചുമതലപ്പെടുത്തി. ഓരോ പഞ്ചായത്തിനും പറ്റാവുന്ന OLOP, ഒരു ലോക്കൽ ബോഡി, ഒരു പ്രൊജക്ട് എന്ന രൂപത്തിൽ കണ്ടു. ആ പ്രൊഡക്റ്റുകളുടെ ഒരു ബക്കറ്റ് ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട്സ് ആളുകൾക്ക് ഗവൺമെന്റ് തന്നെ സജ്ജമാക്കി. എല്ലായിടത്തും ലോൺ മേളകൾ സംഘടിപ്പിച്ചു, ലൈസൻസ് മേളകൾ സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി ചെയർമാനായ സംസ്ഥാന തലത്തിൽ ഒരു സമിതി രൂപീകരിച്ചു. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ എക്സിക്യൂട്ടീവ് സംവിധാനം രൂപപ്പെടുത്തി. എല്ലാ ജില്ലയിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായും ജില്ലാ കളക്ടർ കൺവീനറായിട്ടും ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി രൂപപ്പെടുത്തി. അതിനുശേഷം ഓരോ ലോക്കൽ ബോഡിയിലും ലോക്കൽ ബോഡി പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ അവരുടെ അധ്യക്ഷതയിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. പിന്നീട് ലൈസൻസ് മേള, ഇതെല്ലാം നടത്തിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളിലേക്ക് എത്തിയത്. ആദ്യത്തെ വർഷം തന്നെ നമുക്ക് 1,39,840 സംരംഭങ്ങൾ, 8,422 കോടി രൂപയുടെ നിക്ഷേപവും 3,51,000 പുതിയ തൊഴിലവസരവും സൃഷ്ടിക്കുന്നു. അതിനടിസ്ഥാനത്തിൽ ഇയർ ഓഫ് എന്റർപ്രൈസസ് പ്രൈം മിനിസ്റ്ററുടെ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME ആയി റെക്കഗ്നൈസ് ചെയ്യും. തുടർച്ചയിൽ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോവൽ ഇനീഷ്യേറ്റീവ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന നിലയിൽ അവരുടെ 89 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവിനെ റെക്കഗ്നൈസ് ചെയ്തു. ഇത് സംബന്ധിച്ച് IIM ഇൻഡോർ വളരെ വിശദമായ ഒരു പഠനം നടത്തി. ആ പഠനം ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകണം. വളരെ നല്ല മാറ്റങ്ങൾ കേരളത്തിന്റെ വിവിധ തലങ്ങളിൽ ഉണ്ടായി എന്നാണ് കണ്ടെത്തിയത്. അതിനടിസ്ഥാനത്തിൽ സംരംഭക വർഷം 2.0 ആരംഭിച്ചു. 1,03,595 പുതിയ സംരംഭങ്ങൾ, 7,048 കോടി രൂപയുടെ നിക്ഷേപം, 2,18,178 പുതിയ തൊഴിലവസരം സൃഷ്ടിക്കും. തുടർന്ന് സംരംഭ വർഷം 3.0 1,63,541 പുതിയ സംരംഭങ്ങൾ. അതിന്റെ ഭാഗമായി ഇവിടെ 14,851.43 കോടി നിക്ഷേപം, 3,48,888 തൊഴിലവസരം. അങ്ങനെ ഏപ്രിൽ 1, 2022 മുതൽ ഫെബ്രുവരി 20, 2026 വരെയുള്ള കാലയളവ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 4,06,976 പുതിയ സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇതുവഴി 27,222 കോടി രൂപയുടെ നിക്ഷേപവും 8,67,000 പുതിയ തൊഴിലവസരവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരു സിഗ്നിഫിക്കന്റ് ഫീച്ചർ, ഈ പുതുതായി ആരംഭിച്ച സംരംഭങ്ങളിൽ 1/3 1,28,952 വനിതാ സംരംഭകരാണ്, വുമൺ ഓണ്ടർപ്രണേഴ്സ് ആണ്. 14,645 SC ST വിഭാഗത്തിൽപ്പെട്ട സംരംഭകരാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ശക്തിപ്പെടുത്താനും IIM റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ മിഷൻ 1 lakh 50-60 ലക്ഷം ടേൺ ഓവർ ഉള്ള സംരംഭങ്ങളെ 1 കോടി ടേൺ ഓവർ ഉള്ളതാക്കി മാറ്റുക. അപ്പൊ 1 ലക്ഷം സംരംഭങ്ങൾ 1 കോടി ടേൺ ഓവർ. അപ്പൊ 1 ലക്ഷം കോടി ടേൺ ഓവർ ഉള്ള 1 ലക്ഷം ചെറിയ സംരംഭങ്ങൾ. മിഷൻ 1000 സംരംഭങ്ങൾ ശരാശരി 100 കോടി ടേൺ ഓവർ, അതും അപ്പോൾ 1 ലക്ഷം കോടി ടേൺ ഓവർ ആവും. അതിൽ നമ്മൾ നേരത്തെ ആരംഭിച്ചതാണ് 544 സംരംഭങ്ങൾ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള അസിസ്റ്റൻസ്, അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എടുക്കുകയാണെങ്കിൽ 50 ലക്ഷം രൂപ വരെ അതിന് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ, 2 കോടി രൂപ വരെ ക്യാപിറ്റൽ ഇൻസെന്റീവ് ടെക്നോളജി ഇംപ്രൂവ്മെന്റിന് മിഷൻ 1000 വഴി നൽകുന്നു.
ഇത് രണ്ടും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കീമായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ കേരയിൽ നേരത്തെ പറഞ്ഞ പോലെ വേൾഡ് ബാങ്ക് പദ്ധതിയിലും MSME-കളെ സഹായിക്കുന്ന കമ്പോണന്റ് ഉണ്ട്. K-Store വഴി 57 കോടി രൂപയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതിന് അതിനുശേഷം കൃത്യം ഫിഗർ എടുത്തപ്പോൾ 57 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ പ്രാദേശികമായി K-Store സംവിധാനം വഴി വിൽക്കാൻ കഴിഞ്ഞു. ഗവൺമെന്റ് തന്നെ സംഘടിപ്പിച്ച റിവേഴ്സ് ബയ്യർ സെല്ലർ മീറ്റ്, അതിൽ 146 MOU ഒപ്പുവെച്ചു. 81 കോടിയാണ്. 24 രാജ്യങ്ങളിൽ കമ്പനികൾ 32 ബയേഴ്സ് വന്നു. അപ്പൊ നമ്മുടെ ഈ നാട്ടിലെ ചെറിയ ഉൽപ്പന്നങ്ങൾക്ക് അങ്ങോട്ട് വിപണി കണ്ടെത്താൻ കഴിഞ്ഞു. ഇതുകൂടാതെ MSME ഇൻഷുറൻസ് സ്കീം ഗവൺമെന്റ് നടപ്പിലാക്കി. 50% പ്രീമിയം ഗവൺമെന്റ് വഹിക്കും. അപ്പോൾ സുരക്ഷിതത്വം ഉണ്ടാക്കാൻ കഴിയും. സാധാരണ നമുക്കറിയാം, ഈ അപകട പ്രകൃതി ദുരന്തോ ഉണ്ടായി കഴിഞ്ഞാൽ ഈ കടകൾ സംരംഭങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര പ്രകൃതി ദുരന്തമായി ബന്ധപ്പെട്ട നിയമത്തിൽ വ്യവസ്ഥയില്ല. വീടുകൾക്ക് മറ്റോ കൊടുക്കാം, കടയോ MSME പോയാൽ അവർക്ക് നൽകാനായിട്ട് വ്യവസ്ഥയില്ല. അതുകൊണ്ടാണ് വയനാട് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഒരു പ്രത്യേക പഠനം വ്യവസായ വകുപ്പ് നടത്തിയിരുന്നു. അതിൽ മാനുഫാക്ചറിങ്ങിന്റെ നഷ്ടത്തിന്റെ 50% പരമാവധി 20 ലക്ഷം, സർവീസ് ആണെങ്കിൽ 50% പരമാവധി 10 ലക്ഷം, ട്രേഡ് ആണെങ്കിൽ 50% പരമാവധി 7 ലക്ഷം എന്ന നഷ്ടപരിഹാരം ഇപ്പോ നമ്മൾ തീരുമാനിച്ചത്. നിയമപ്രകാരം നൽകാൻ വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പ്രത്യേക കേസായി സംരംഭങ്ങൾക്ക് ആ സഹായം പ്രഖ്യാപിച്ചത്. എന്നാൽ നല്ലൊരു വിഭാഗം സംരംഭങ്ങളും ഇൻഷൂർഡ് അല്ല. അവര് എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ സർക്കാരിന്റെ മുൻപിലേക്ക് വരുമ്പോൾ സർക്കാരിന് സ്വാഭാവികമായിട്ട് ഏത് സർക്കാരാണെങ്കിലും പരിമിതി ഉണ്ടാവും. അതുകൊണ്ടാണ് എല്ലാ MSME-കളെയും ഇൻഷൂർ ചെയ്യാനായിട്ട് നേരത്തെ 4 ഇൻഷുറൻസ് കമ്പനികളായിരുന്നു, ഇപ്പൊ അതൊന്നുകൂടി വിപുലപ്പെടുത്തി ഏത് ഇൻഷുറൻസ് കമ്പനിയാണെങ്കിലും അംഗീകൃതമാണെങ്കിൽ അതിന്റെ 50% പ്രീമിയം ഒരു നിശ്ചിത എമൗണ്ട് വരെ ഗവൺമെന്റ് നൽകുന്ന സ്കീം നടപ്പിലാക്കിയിട്ടുണ്ട്.